നമസ്കാരം. ഏറെ വിവാദമായ രണ്ടാം ബാർ കോഴ ഓഡിയോയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യലിന് ശേഷം പുറത്തിറങ്ങിയ അദ്ദേഹത്തിനോട് മാധ്യമങ്ങൾ ചോദിച്ച പ്രസക്തമായ ഒരു ചോദ്യം വളരെ കൃത്യമായി കേൾക്കേണ്ട കാര്യമാണ്. അതായത് അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവിന്റെ ഫോൺ നമ്പർ ഇപ്പോൾ ആക്റ്റീവ് ആണോ? 2 തവണ ആ ചോദ്യം ആവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് ഒന്ന് കേട്ടെ. ഫാദറിനോട് ഫോൺ ഇപ്പോഴും ആക്റ്റീവ് ആണോ? ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. അല്ല, എന്തോ അത് എന്താ ഫാദറിലോ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലൊരു എന്താ ഒരാൾ മരണപ്പെട്ട ഒരു ഭർത്താവ് മരിച്ചാൽ അത് ഭാര്യയുടെ കയ്യിലല്ലേ, അതങ്ങനെ തന്നെ ഇരിക്കും. ഇനിയിപ്പോൾ ഈ ചോദ്യം ഈ മൊഴിയെടുക്കാൻ വന്ന സമയത്ത് ക്രൈംബ്രാഞ്ച് പറഞ്ഞത് താങ്കളുടെ മൊഴി എടുക്കുന്നത് ഈ ഇങ്ങനെ ഗ്രൂപ്പിലുള്ളത് കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ, അങ്ങനെ എന്തെങ്കിലും ക്ലാരിറ്റി? അവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആസ് എ റെസ്പോൺസിബിൾ സിറ്റിസൺ ഈ എന്താ ലോ ആൻഡ് ഓർഡറിനെ അബൈഡ് ചെയ്യുന്നൊരു സിറ്റിസണാണ്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അവർ തൃപ്തികരമായ മറുപടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അവർ ഹാപ്പി ആയിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലല്ലാതെ എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പ്രത്യേകിച്ച് ആഡ് ചെയ്യാനായിട്ടും ഇല്ല. അല്ല, ഫോണ് ആരാ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ഒരാൾ മരിച്ചാൽ അടുത്ത എന്താ ഭർത്താവ് മരിച്ചാൽ ഭാര്യയല്ലേ ഉപയോഗിക്കുന്നത്, അങ്ങനെ തന്നെ വിൽക്കുന്നുണ്ട്. വാക്കുകൾ കിട്ടാൻ വല്ലാത്ത വിമ്മിട്ടമുണ്ടാകുന്നുണ്ട്. ഫാദറിനോട് ഫോൺ ഇപ്പോഴും ആക്റ്റീവ് ആണോ? ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം അന്ന് പറഞ്ഞ വിഷയങ്ങളാണ്. അല്ല, എന്തോ അത് എന്താ എന്തുകൊണ്ടായിരിക്കും? അദ്ദേഹത്തിനോടുള്ള പ്രസക്തമായ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം, ഈ നമ്പർ ചില ബാർ ഉടമകൾ അർജുൻ രാധാകൃഷ്ണൻ എന്ന പേരിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ ഉപയോഗിക്കാത്ത ഫോൺ നമ്പർ നിങ്ങളുടെ പേരിൽ ഏതൊക്കെയോ ബാർ മുതലാളിമാർ സേവ് ചെയ്തിട്ടുണ്ട്. ആ കാരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഒരു മറുപടി പറയുന്നുണ്ട്. കേട്ടെ. അല്ല, അർജുൻ എന്നുള്ള പേരിപ്പം ആരെങ്കിലും ഒരു നമ്പർ ആരെങ്കിലും സേവ് ചെയ്താൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെ ഞാൻ ഏറ്റെടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ ആ ഫോൺ കൈകാര്യം ചെയ്തിട്ടില്ല, അത്ര എനിക്ക് പറയാം. കേട്ടില്ലേ? എനിക്കതിൽ ഉത്തരവാദിത്വമില്ല. അത് ആരെങ്കിലും ഏതെങ്കിലും ഒക്കെ നമ്പർ എൻ്റെ പേരടിച്ച് സേവ് ചെയ്യുന്നതിന് ഞാനാണോ ഉത്തരവാദി? ആരുടെയോ ഒരു നമ്പർ ആരോ എൻ്റെ പേരടിച്ച് സേവ് ചെയ്തതിൽ ഞാൻ ഉത്തരവാദിയാണോ? എത്ര നിഷ്കളങ്കമായ ചോദ്യം. നിങ്ങൾക്ക് കേട്ടിട്ട് എന്ത് തോന്നി? ആ പറഞ്ഞ വാചകങ്ങളെല്ലാം കൃത്യമാണ്. അമ്മയാണ് എൻ്റെ ബാറാണ് സത്യം, എനിക്കിതിൽ യാതൊരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കങ്ങ് വിശ്വാസം വരും. അത്രേ ഉള്ളൂ ചോദിക്കുന്ന കാര്യം. അതായത് ബാർ കോഴ വിവാദത്തിന്റെ അനിമോൻ എന്ന ആ ഓഡിയോ പുറത്തു വന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഈ മറുപടിയിലുണ്ട്. അതിന്റെ പിന്നിൽ ആരാണ് ചരട് വലിച്ചതെന്നും അതിനുവേണ്ടി വലിയ നീക്കുപോക്കുകൾ നടത്തിയതും അതിനുവേണ്ടി വലിയ പണിയെടുത്തത് ആരൊക്കെയാണ്, അതിന്റെ ബ്രെയിൻ ആരാണെന്നുള്ളതിന്റെ കൃത്യമായ ഉത്തരമാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. അമ്മായിയപ്പന്റെ ഫോൺ നമ്പർ അത് അമ്മയുടെ കയ്യിലാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ അത് ഉപയോഗിക്കുന്നേ ഇല്ല. അമ്മായിയപ്പന്റെ ഫോൺ നമ്പർ എന്റെ പേരിൽ നാട്ടുകാർ സേവ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഞാൻ ആ നമ്പർ ഉപയോഗിച്ചിട്ടേ ഇല്ലെങ്കിൽ അർജുൻ രാധാകൃഷ്ണൻ എന്നുള്ള അദ്ദേഹത്തിന്റെ അമ്മായിയപ്പന്റെ നമ്പർ ആരെങ്കിലും സേവ് ചെയ്യൂ? ഇപ്പോ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അവരെ കയ്യിൽ ഈ നമ്പർ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ആദ്യമായിട്ട് വിളിക്കുന്നതാണെങ്കിൽ തിരുവഞ്ചൂരിന്റെ നമ്പർ അറിയാതെ ഏത് പേരിൽ സേവ് ചെയ്യും? അർജുൻ രാധാകൃഷ്ണന്റെ പേരിൽ സേവ് ചെയ്യും. അപ്പോൾ ആ ഫോൺ നമ്പറിൽ നിന്ന്, അതായത് അദ്ദേഹത്തിന്റെ ഭാര്യാപിതാവായിട്ടുള്ള പഴയ ബാർ ഉടമ, ഇപ്പൊ ഭാര്യയാണ് ആ ബാറിന്റെ ഓണർഷിപ്പ് ഉള്ളത്, ആ വ്യക്തിയുടെ അമ്മായിയപ്പന്റെ ഫോൺ നമ്പർ മറ്റൊരാൾ അർജുൻ രാധാകൃഷ്ണൻ നിന്ന് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ ആ നമ്പറിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ കോള് പോയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ചിന്തിച്ചു കാണും, ഇതാണ് അർജുൻ രാധാകൃഷ്ണന്റെ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്ത് കാണും. അത്രയേ ഉള്ളൂ. അതിൽ വലിയ ലോജിക്കിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ വളഞ്ഞു തിരിഞ്ഞൊന്നും പോകണ്ട. ആ വിക്കലും ആ വാക്ക് കിട്ടാതെയുള്ള അലച്ചിലും അല്ലാതെ വല്ലാതെ അദ്ദേഹത്തിന് ഒരേ ചോദ്യം 2 തവണ വരുമ്പോൾ ഉണ്ടാകുന്ന ആ വല്ലാത്തൊരു വിഭ്രാന്തിയും അദ്ദേഹത്തിന്റെ ആ പറഞ്ഞൊഴിവാകലും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം കള്ളം കപ്പലിൽ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. എവിടെ നിന്നാണ് ഈ ഓഡിയോ ഒറിജിനേറ്റ് ചെയ്ത്? കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നു, അനിമോനെ എനിക്കറിയാം, ഒരു അകന്ന റിലേഷനാണ്. ആ അകന്ന റിലേഷൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഓഡിയോ ആയി മാറിയതെന്നും അതങ്ങ് അറിയാത്ത രീതിയിൽ ഏഷ്യാനെറ്റ് റിപ്പോർട്ടറുടെ കയ്യിൽ തന്നെ എത്തുകയും അതൊരു വലിയ ബ്രേക്കിംഗ് ആയി മാറുകയും തിരുവഞ്ചൂർ ഉൾപ്പെടെയുള്ളവർ അതിൽ വലിയ പ്രതികരണം നടത്തുന്നുണ്ട്. ആ പ്രതികരണമൊക്കെ നടത്തിയതിന് പിന്നിൽ
ഒരു തിരക്കഥയില്ല, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന ഇല്ലെന്ന് അങ്ങ് ഭരണങ്ങാനം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇതിന്റെ ചുരുളഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഈ ഞഞ്ഞഞ്ഞ പിഞ്ഞഞ്ഞൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തിരുവഞ്ചൂരിന്റെ മോനുണ്ടല്ലോ, എന്തായാലും അപ്പനെ പറയേണ്ടി വരില്ല, അപ്പന് പിറന്നാൽ അപ്പടി താൻ ഇരിക്കുമെന്ന് പറയും പോലെ അതേ നിലവാരത്തിലുള്ള ആ പ്രതികരണം കാണുമ്പോൾ തിരുവഞ്ചൂരിനെ ഉരിച്ചു വെച്ചതുപോലെ ഉണ്ട്. എന്തായാലും അതേ മണ്ടത്തരങ്ങളും അതേ വിടുവായത്തരങ്ങളും ആ രീതിയിലുള്ള സംഭാഷണ ശകലങ്ങളും പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ്. അതും അമ്പാടി ബാർ എന്ന സ്വന്തം ഭാര്യ പിതാവ് മകൾക്ക് കൊടുത്ത, അതായത് അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യയ്ക്ക് കൊടുത്ത ആ ഒരു ബാറിന്റെ യാതൊരു ഉത്തരവാദിത്വം എനിക്കില്ലെന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ അങ്ങ് വിശ്വസിക്കാൻ ഞങ്ങളും അരിയാഹാരം തന്നെ കഴിക്കുന്നു എന്ന് മാത്രമേ ഓർമ്മിക്കാനുള്ളൂ. അധിക ദിവസമൊന്നും വേണ്ട, ചുരുളഴിയും. നമ്മുടേതാ ഈ വിക്കലും ഇതായിട്ടൊക്കെ നിൽക്കല്ലേ, ഇതിനെ നമ്മൾ വീണ്ടും കാണുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോഴോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് കൊണ്ടുപോകുന്ന സന്ദർഭത്തിലോ ഇതിന്റെ പരിപൂർണ തിരക്കഥ പുറത്തു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് ബോധ്യപ്പെടുകയാണ്.